നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അത്തം നക്ഷത്രക്കാർക്കുള്ള 2025 ജൂൺ മാസത്തിലെ ഫലമാണ്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 ജൂൺ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ളൊരു വിശദമായ ജ്യോതിഷ വിശകലന റിപ്പോർട്ടാണ് നമ്മളിതിൽ കാണുന്നത്. ഗ്രഹസ്ഥിതികൾ, പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ, തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, കുടുംബം, പ്രണയം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലെ ഫലങ്ങൾ, ഓരോ ആഴ്ചകളിലെയും വിശകലനം, ദോഷപരിഹാരങ്ങൾ എന്നിവയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത്തം നക്ഷത്രവും ജൂൺ മാസവും നോക്കുമ്പോൾ ജ്യോതിഷത്തിലെ 13ാമത്തെ നക്ഷത്രമായ കന്നി രാശിയുടെ 10 ഡിഗ്രി മുതൽ 23 ഡിഗ്രി 20 മിനിറ്റ് വരെ വ്യാപിച്ചിരിക്കുന്നു ഈ നക്ഷത്രം. ഇതിൻ്റെ അധിപൻ ചന്ദ്രനാണ്. എന്നാൽ സൂര്യൻ്റെ ഭാവമായ സാവിതാർ ആണ് അത്തം നക്ഷത്രത്തിൻ്റെ ദേവത. ഈ ഗൃഹബന്ധം അത്തം നക്ഷത്രക്കാരെ ശോഭയുള്ളവരും ശക്തരും ആകർഷകരും ബുദ്ധിമാന്മാരും സൂക്ഷ്മ ബുദ്ധിയുള്ളവരുമാക്കുന്നു. ഇവർക്ക് ഈശ്വരാധീനവും ബുദ്ധികൂർമ്മതയുമുണ്ട്. ജീവിതത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പരാജയങ്ങളുടെ ദോഷഫലങ്ങൾ മാറിക്കിട്ടാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്കുണ്ട്. പുതിയ സംരംഭങ്ങളിൽ അപ്രതീക്ഷിതമായ വിജയം നേടാനും ഏറ്റെടുത്ത കാര്യങ്ങളിൽ സമയബന്ധിതമായി പൂർത്തിയാക്കാനും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും വാഗ്ദാനങ്ങൾ പാലിക്കാനും ഇവർക്ക് സാധിക്കും. എന്നാലും അകാരണമായ ഭയവും അനാവശ്യ യാത്രകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഭാര്യയ്ക്ക് രോഗമോ ഭാര്യയുമായി കലഹമോ ഉണ്ടാകാനുള്ള സാധ്യതയും ജ്യോതിഷപരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. 2025 ജൂൺ മാസം ജ്യോതിഷപരമായി നിരവധി പ്രാധാന്യങ്ങളുള്ളൊരു മാസമാണ്. ജൂൺ 14 വരെ മലയാള മാസമായ ഇടവും അതിനുശേഷം മിഥുനവുമാണ്. ഈ മാസം ഗ്രീഷ്മ ഋതുവിൻ്റെ ഭാഗമാണ്. ചന്ദ്രമാസങ്ങളിൽ ജ്യേഷ്ഠവും ആഷാഢവും ഭാഗികമായി ജൂണിൽ വരുന്നുണ്ട്. മഴക്കാലത്തിൻ്റെ മാതംഗ ഭംഗികൾ നിറഞ്ഞ രോഹിണി, മകയിരം, തിരുവാതിര, ഞാറ്റുവേലകൾ ഈ മാസത്തിലുണ്ട്. ഇത് കാർഷിക കേരളത്തിന് അവിഭാജ്യമാണ്. ജൂൺ 10, 11 തീയതികളിലായി വെളുത്തുവാവും ജൂൺ 25 കറുത്തവാവും സംഭവിക്കുന്നുണ്ട്. ഈ മാസം ആരംഭിക്കുന്നത് ഞായറാഴ്ചയാണ്. ഇത് സൂര്യൻ്റെ ശക്തമായ സ്വാധീനത്തെ സൂചിപ്പിക്കുന്നു. സൂര്യൻ ആരോഗ്യവും വ്യക്തത, ആന്തരിക സത്യം എന്നിവയുടെ ഗ്രഹമാണല്ലോ. ഒരു മാസം സൂര്യൻ്റെ സ്വാധീനത്തിൽ ആരംഭിക്കുമ്പോൾ അത് ഉദ്ദേശശുദ്ധിയോടെ ജീവിക്കാനും വ്യക്തിത്വം അംഗീകരിക്കാനും പ്രവർത്തനങ്ങൾ മൂല്യങ്ങളുമായി യോജിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു. ആത്മപരിശോധനയ്ക്കും ആത്മീയ വളർച്ചയ്ക്കും പ്രോത്സാഹനം നൽകുന്ന സമയമാണ്. വൈകാരികമായ മോചനത്തിനും നവീകരണത്തിനും ഇതൊരു സമയവുമാണ്. അത്തം നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനാണെങ്കിലും അതിൻ്റെ ദേവത സൂര്യൻ്റെ ഒരു ഭാവമായ സവിതാറാണ്. ഇത് അത്തം നക്ഷത്രക്കാർക്ക് സഹജമായ പ്രകാശവും ബുദ്ധിയും ശക്തിയും നൽകുന്ന ഒന്നാണ്. ജൂൺ മാസം ആരംഭിക്കുന്നത് ഞായറാഴ്ചയാണ്. ഇത് സൂര്യൻ്റെ സ്വാധീനത്തെ എടുത്ത് കാണിക്കുന്നുമുണ്ട്. ഈ മാസത്തെ പൊതുവായ ചില പ്രവചനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ചില വൈരുദ്ധ്യങ്ങളും കാണപ്പെടും. ഉദാഹരണത്തിന് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ദൂരയാത്രകളും ദുഃഖാനുഭവങ്ങളും ഉണ്ടാകുമെന്നൊരു പ്രവചനം സൂചിപ്പിക്കുമ്പോൾ അത്തം നക്ഷത്രക്കാർക്ക് ചിരകാല അഭിലാഷങ്ങൾ പൂർത്തീകരിക്കും. പുതിയ സംരംഭങ്ങളിൽ അപ്രതീക്ഷിതമായ വിജയം, വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം എന്നിവയെല്ലാം ഉണ്ടാകുമെന്നും മറ്റൊരു പ്രവചനം പറയുന്നു. ഈ പ്രവചനങ്ങളുടെ സംയോജിത വിശകലനം ചെയ്യുന്നതനുസരിപ്പിച്ച് ജൂൺ മാസം അത്തം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും വിജയങ്ങളും കൊണ്ടുവരുമെങ്കിലും വ്യക്തിപരമായോ വൈകാരികമായോ ചില വെല്ലുവിളികളും അനാവശ്യ യാത്രകളും ഒപ്പമുണ്ടാകാം എന്നാണ്. ഇത് വിജയത്തിൻ്റെ പാതയിലെ സ്വാഭാവികമായ പ്രതിബന്ധങ്ങളോ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളോ ചില പ്രശ്നങ്ങളോ ആകാം. അതിനാൽ ഈ മാസം വിജയങ്ങൾക്കൊപ്പം ചില വൈകാരികമായ വെല്ലുവിളികളും ശ്രദ്ധയോടെയും ക്ഷമയോടെയും കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്ന് ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ജൂൺ മാസത്തിലെ പ്രധാന ഗ്രഹസ്ഥിതിയും ജ്യോതിഷ സംഭവങ്ങളും നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ ജൂൺ 14 വരെ ഇടവൻ രാശിയിലൂടെ സഞ്ചരിക്കും. ഇടവൻ രാശിയിൽ സൂര്യൻ സ്ഥിരവും ശാന്തവുമായ ഊർജ്ജം നൽകുന്നുണ്ട്. ഇത് നിലനിൽക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിന് നല്ലതാണ്. ജൂൺ 15 മുതൽ സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കും. തുടർന്ന് ജൂൺ 21 സൂര്യൻ കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതോടെ വർഷത്തിൻ്റെ ഒരു പ്രധാന മധ്യബിന്ദുവിനെ അടയാളപ്പെടുത്തുന്നു. ഇത് വീട്, ഉത്ഭവം, ഹൃദയം എന്നിവയിലേക്ക് മടങ്ങാനും ആന്തരിക സമാധാനം കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കുന്നു. ചന്ദ്രൻ ജൂൺ 10, 11 തീയതികളിൽ വെളുത്തുവാവും ജൂൺ 25 കറുത്തവാവും സംഭവിക്കുന്നു. ജൂൺ 1 രാത്രി 9:36 വരെ ചന്ദ്രൻ ആയില്യം നക്ഷത്രത്തിൽ തുടരുന്നു. ഇത് മാറ്റം, വൈകാരികമായ മോചനം, ആഴത്തിലുള്ള ഉൾക്കാഴ്ച എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. കർക്കിടകൻ രാശിയിൽ ചന്ദ്രൻ വൈകാരിക സംവേദനക്ഷമതയും ഉൾക്കാഴ്ചയും വർദ്ധിപ്പിക്കുന്നുണ്ട്. വ്യാഴം ഇപ്പോൾ മിഥുനൻ രാശിയിൽ മകയിരം നക്ഷത്രത്തിലാണ്. ജൂൺ 14 മുതൽ വ്യാഴം തിരുവാതിരയിൽ സഞ്ചരിക്കും. വ്യാഴം പതിവിലും വേഗത്തിലാണ് ഈ മാസത്തിൽ ഉള്ളത്. ജൂൺ 8 ബുധനുമായി മിഥുനത്തിൽ ചേരുന്നത് ആശയബന്ധങ്ങളെ വികസിപ്പിക്കുന്നുണ്ട്. ജിജ്ഞാസ വർദ്ധിപ്പിക്കുകയും ഇത് ചെയ്യും.
പുതിയ ചിന്തകൾക്ക് വഴിയൊരുക്കും. ഏറ്റവും പ്രധാനമായ ജൂൺ 9 വ്യാഴം കർക്കിടകത്തിൽ പ്രവേശിക്കുന്നത് വൈകാരിക പുനഃസ്ഥാപനം, പൂർവികരുടെ രോഗശാന്തി, ആത്മീയ പോഷണം എന്നിവയുടെ ഒരു കൂട്ടായ കാലഘട്ടത്തിന് തുടക്കമിടുന്നു. ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. ശനി മീനത്തിൽ വൈകാരിക ഉത്തരവാദിത്തത്തിനും ആന്തരിക അച്ചടക്കത്തിനും പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ദീർഘകാല ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. രാഹു കുംഭൻ രാശിയിൽ പൂരിട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങൻ രാശിയിൽ ഉത്ര നക്ഷത്രത്തിലുമാണ്. രാഹു കേതുക്കൾ അപസ്യവേഗതയിൽ ആണ് സഞ്ചരിക്കുന്നത് ഓർമ്മിക്കണം, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് മോഷൻ. മെയ് 18 രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്ന് ചിങ്ങത്തിലേക്കും മാറി. ഈ അച്ചുതണ്ട് വ്യക്തിഗത വിധിയും കൂട്ടായ വളർച്ചയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയ്ക്ക് ഊന്നൽ നൽകുന്നുണ്ട്. ചൊവ്വ ജൂൺ മാസം 7 കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കാവും മാറുന്നത്. ആയില്യത്തിൽ നിന്നും മകത്തിലേക്കും പകരുന്നതാണ്. കർക്കിടകത്തിൽ ചൊവ്വ അതിന്റെ ശത്രുരാശിയിലാണ്. ഇത് വൈകാരികമായ പ്രതികരണങ്ങൾക്കും പ്രതിരോധമായ പെരുമാറ്റത്തിനും കാരണമാകും. ഈ ഊർജ്ജ സംരക്ഷണം രോഗശാന്തി അല്ലെങ്കിൽ സർഗാത്മകത എന്നിലേക്ക് തിരിച്ചുവിടാൻ നിർദ്ദേശിക്കുന്നു. ജൂൺ 17 ചൊവ്വ കന്നിരാശിയിൽ പ്രവേശിക്കുന്നത് പ്രവർത്തനങ്ങളുടെ വിവേകവും സേവനവും കൊണ്ട് നയിക്കാൻ സഹായിക്കുന്നു. ബുധൻ ജൂൺ 6 സ്വന്തം ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കും. ജൂൺ 22 കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നതാണ്. മകയിരം മുതൽ പൂയം വരെ നക്ഷത്രങ്ങളിൽ ഇക്കാലയളവിൽ ബുധൻ നീങ്ങും. ജൂൺ 8 വരെ ബുധന് മൗഢ്യവുമുണ്ട്. ഈ മൗഢ്യം ആശയവിനിമയത്തിൽ താൽക്കാലിക ആശയക്കുഴപ്പങ്ങളോ വേഗത കുറവോ ഉണ്ടാക്കും. ജൂൺ 8 ബുധൻ കർക്കിടകത്തിൽ പ്രവേശിക്കുന്നത് ചിന്തകളെ ഉള്ളിലേക്ക് നയിക്കുന്നു. ഓർമ്മ, വികാരം, ശരീരം എന്നിവയിലൂടെ ആശയവിനിമയം നടത്താൻ പ്രേരിപ്പിക്കുന്നു. ജൂൺ 26 ബുധൻ ചിങ്ങത്തിൽ പ്രവേശിക്കുന്നത് സംഭാഷണങ്ങളിൽ ഊഷ്മളതയും ധൈര്യവും സർഗാത്മകതയും കൊണ്ടുവരും. ശുക്രൻ മെയ് 31 മുതൽ ജൂൺ 29 വരെ മേടൻ രാശിയിലായിരിക്കും. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. മേടത്തിലെ ശുക്രൻ പ്രണയത്തിലും സർഗാത്മകതയിലും ധൈര്യം പ്രോത്സാഹിപ്പിക്കുന്നു. ജൂൺ 6 ശുക്രൻ ഇടവൻ രാശിയിൽ പ്രവേശിക്കുന്നത് ആസ്വാദനം, സർപ്പശനം, പോഷണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു. ഇത് ആന്തരിക മൂല്യങ്ങളെ പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്നു. വ്യാഴം പതിവിലും വേഗത്തിലാണെന്നതും ബുധൻ, ചൊവ്വ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ മാസത്തിൽ രാശി മാറുന്നു എന്നതും ജൂൺ മാസത്തെ വളരെ ചലനാത്മകവും മാറ്റങ്ങൾ നിറഞ്ഞതുമായ ഒരു മാസമാക്കി മാറ്റുന്നു. ഈ ഗ്രഹമാറ്റങ്ങൾ അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പെട്ടെന്നുള്ളതും ശ്രദ്ധേയവുമായ സ്വാധീനങ്ങൾ ചെലുത്തും. ഇത് മാസത്തിൽ വേഗത്തിൽ മാറുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ് അത്തം നക്ഷത്രക്കാർക്ക് ആവശ്യമെന്നാണ് സൂചിപ്പിക്കുന്നത്. 2025 ജൂൺ മാസം അത്തം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. മാസത്തിന്റെ തുടക്കത്തിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും രണ്ടാം പകുതിയോടെ കാര്യങ്ങളിൽ അനുകൂലമായി മാറുമെന്നാണ് ജ്യോതിഷത്തിൽ കാണുന്നത്. മാസത്തിന്റെ ആദ്യ പകുതിയിലെ പൊതുപ്രവണതകൾ നോക്കുമ്പോൾ, അതായത് ജൂൺ 1 മുതൽ 15 വരെ, അതായത് മാസത്തിന്റെ തുടക്കത്തിൽ ജൂൺ 8 വരെ ബുധന് മൗഢ്യമുള്ളതിനാൽ ആശയവിനിമയത്തിൽ ചെറിയ തടസ്സങ്ങളുണ്ടാകാം. അതിനാൽ ഈ കാലയളവിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ചൊവ്വ കർക്കിടകത്തിൽ അതിന്റെ ശത്രുരാശിയിൽ നിൽക്കുന്നതിനാൽ വൈകാരികമായ പ്രതികരണങ്ങളും പ്രതിരോധമായ പെരുമാറ്റത്തിനും സാധ്യതയുണ്ട്. ഈ ഊർജ്ജ സംരക്ഷണം രോഗശാന്തി അല്ലെങ്കിൽ സർഗാത്മകമായ കഴിവുകൾക്ക് എന്നിവയിലേക്ക് തിരിച്ചുവിടുന്നത് ഗുണകരമാകും. സാമ്പത്തികമായി ചെറിയ വിഷമതകൾ നേരിടേണ്ടി വരുമെങ്കിലും ഗ്രഹങ്ങളുടെ നല്ല സ്വാധീനം പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഹായിക്കും. ജൂൺ മാസങ്ങളിൽ ദൂരയാത്രകളും ദുഃഖാനുഭവങ്ങളും ഉണ്ടാകാം എന്നൊരു പ്രവചനം സൂചിപ്പിക്കുന്നുണ്ട്. ഇത് അനാവശ്യമായ ഭയവും യാത്രകളും ഉണ്ടാകുമെന്ന പ്രവചനവുമായി യോജിക്കുന്നുണ്ട്. ഈ കാലയളവിൽ വ്യക്തിപരമായോ വൈകാരികമായോ ചില വെല്ലുവിളികൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്നിരുന്നാലും ഈ ആദ്യ പകുതിയിൽ ചില അനുകൂലമായ ഗ്രഹസ്ഥിതികളുണ്ട്. ജൂൺ 1 ശുക്രൻ മേടത്തിൽ ചേരുന്നത് ഹൃദയത്തിന് വലിയൊരു തുറവി നൽകുന്നുണ്ട്. ഇത് ധൈര്യത്തിലൂടെയും സ്നേഹത്തിലൂടെയും രോഗശാന്തിക്ക് വഴിയൊരുക്കുന്നു. ഇത് ആന്തരികമായ മുറിവുകൾ ഉണക്കാൻ സഹായിക്കും. ജൂൺ 6 ശുക്രൻ ഇടവത്തിൽ പ്രവേശിക്കുന്നത് ആസ്വാദനത്തിനും പോഷണത്തിനും ഊന്നൽ നൽകുന്നു. ഇത് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ സഹായിക്കും. ജൂൺ 8 ബുധൻ വ്യാഴവുമായി മിഥുനത്തിൽ ചേരുന്നത് ആശയങ്ങളെ വികസിപ്പിക്കാനും ജിജ്ഞാസ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പുതിയ പഠനങ്ങൾക്ക് അവസരം നൽകും. ഏറ്റവും പ്രധാനമായി ജൂൺ 9 വ്യാഴം കർക്കിടകത്തിൽ പ്രവേശിക്കുന്നത് വൈകാരിക പുനഃസ്ഥാപനത്തിനും ആത്മീയ പോഷണത്തിനും തുടക്കമിടുന്നു. ഇത് ആന്തരിക സമാധാനത്തിന് വഴിയൊരുക്കും. മാസത്തിന്റെ രണ്ടാം പകുതിയിലെ പൊതുപ്രവണതകൾ: കാര്യങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ ഇടയുണ്ട്. ഈ സമയത്ത് കാര്യങ്ങൾ നന്നായി ആലോചിച്ച് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കണം, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ. ചൊവ്വ കന്നിരാശിയിൽ പ്രവേശിക്കുന്നത് പ്രവർത്തനങ്ങളെ വിവേകവും സേവനവും കൊണ്ട് നയിപ്പിക്കാൻ സഹായിക്കും. ഇത് കാര്യക്ഷമത വർദ്ധിപ്പിക്കും. ജൂൺ 21 സൂര്യൻ കർക്കിടകത്തിൽ പ്രവേശിക്കുന്നത് ആന്തരിക സമാധാനത്തിനും കുടുംബ ബന്ധങ്ങൾക്കും ഊന്നൽ നൽകുന്നുണ്ട്. ഇത് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വൈകാരികമായ സുരക്ഷിതത്വത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. ജൂൺ 25 കർക്കിടകത്തിലെ അമാവാസി വൈകാരിക സുരക്ഷ, അടുപ്പം, ആന്തരികമായ സ്വന്തം തോന്നൽ
എന്നിവയുടെ വിത്തുകൾ പാകുന്നു. ഇത് പുതിയ തുടക്കങ്ങൾക്ക് അനുകൂലമാണ്, പ്രത്യേകിച്ച് വ്യക്തിബന്ധങ്ങളിലും ആന്തരിക വളർച്ചയിലും. ബുധൻ ജൂൺ 22 കർക്കിടകത്തിലും ജൂൺ 26 ചിങ്ങത്തിലേക്ക് മാറുന്നത് ആശയവിനിമയത്തിൽ കൂടുതൽ ആഴവും പിന്നീട് ആത്മവിശ്വാസവും കൊണ്ടുവരും. ഈ മാസം ദീർഘകാല അഭിലാഷങ്ങൾ പൂർത്തിയാക്കാനും പുതിയ സംരംഭങ്ങളിൽ അപ്രതീക്ഷിത വിജയം നേടാനും മാസത്തിന്റെ ആദ്യ പകുതിയിൽ അനുഭവപ്പെട്ടേക്കാവുന്ന വെല്ലുവിളികൾ മാസത്തിന്റെ രണ്ടാം പകുതിയിലെ പുരോഗതിക്ക് വഴിയൊരുക്കും. ബുധന്റെ മൗഢ്യവും ചൊവ്വയുടെ ശത്രുരാശിയിലെ സ്ഥാനവും മാസത്തിന്റെ തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകൾ കാരണമാകുമെങ്കിലും വ്യാഴത്തിന്റെ കർക്കിടകത്തിലേക്കുള്ള സംക്രമണം ആന്തരിക വളർച്ചയ്ക്കും വൈകാരിക പുനഃസ്ഥാപനത്തിനും വഴിയൊരുക്കും. ഇത് അത്തം നക്ഷത്രക്കാർക്ക് ക്ഷമയും സ്ഥിരോത്സാഹവും ഈ മാസത്തിൽ പ്രധാനമാണെന്ന് വ്യക്തമാക്കുന്നു. പ്രതിസന്ധികളോടെ ക്ഷമയോടെ നേരിട്ടാൽ അവ വളർച്ചയിലേക്കുള്ള ചവിട്ടുപടികളായി മാറും. ജൂൺ മാസം ഒരു വിശുദ്ധമായ തിരിച്ചറിവ് എന്ന ആശയത്തെ ഊന്നിപ്പറയുന്നു. തൊഴിൽപരമായി അത്തം നക്ഷത്രക്കാർക്ക് ജൂൺ മാസം സമ്മിശ്ര ഫലങ്ങളാണ്. പുതിയ സംരംഭങ്ങളിൽ അപ്രതീക്ഷിത വിജയം നേടാനുള്ള സാധ്യതയും ജോലിയിൽ മുന്നേറാനും മികച്ച അവസരങ്ങൾ ലഭിക്കും. മാസം മധ്യത്തിൽ പുതിയ പ്രോജക്റ്റുകൾ കഠിനാധ്വാനവും സമ്മർദ്ദരഹിതവുമാകാൻ സാധ്യതയുണ്ട്. ജോലിഭാരം ഉണ്ടാകാനും ഇവയൊക്കെ വെല്ലുവിളികളിലും പ്രതിസന്ധികളെയും അതിജീവിച്ച് തൊഴിൽ രംഗത്ത് മികച്ച മുന്നേറ്റങ്ങൾ നടത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കും. 2025 ജൂൺ മാസത്തിൽ സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ടെങ്കിലും നല്ല വരുമാനം നേടാനുള്ള അവസരവുമുണ്ട്. മാസത്തിൻ്റെ തുടക്കത്തിൽ പണപരമായ കാര്യങ്ങളിൽ ക്രമപ്പെടുത്താൻ പ്രചോദനം ലഭിക്കും. പല കാര്യങ്ങളിലും ചെയ്യേണ്ടി വരുന്നതിനാൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പ്രവചിക്കുന്നുണ്ട്. എങ്കിലും ഗ്രഹങ്ങളുടെ നല്ല സ്വാധീനം പ്രതിസന്ധി ഘട്ടങ്ങളെ ശക്തമായി മുന്നോട്ട് പോകാൻ തരണം ചെയ്യാനും സഹായിക്കും. ആരോഗ്യപരമായി നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം അത്തം നക്ഷത്രക്കാർക്ക് ഈ മാസം പ്രതിരോധശേഷി ശക്തമായിരിക്കും. എന്നിരുന്നാലും മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് ആരോഗ്യത്തിലും ശാരീരിക ക്ഷമതയിലും അസ്വസ്ഥത അനുഭവപ്പെടും. മാസാവസാനം ഇവയൊക്കെ മാറാനും സാധ്യത കാണിക്കുന്നുണ്ട്. കുടുംബ പശ്ചാത്തലത്തിൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. സന്താന ഗുണം വർദ്ധിക്കും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന ചില സൂചനകളും ഉണ്ടാകും. ബന്ധങ്ങളിൽ കൂടുതൽ ഹൃദയം നൽകാനും പ്രിയപ്പെട്ടവരുമായി ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കാൻ ഈ വർഷം പ്രചോദനം നൽകും. പ്രണയത്തിൽ ജീവിതത്തിൽ വലിയ നിമിഷങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. അത് വൈകാരികമായിരിക്കും. ഈ വർഷം നിങ്ങളുടെ ബന്ധങ്ങളിൽ സന്തോഷവും ആനന്ദവും കൊണ്ടുവരും. മാസാവസാനത്തിൽ വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമമായ ബന്ധം ലഭിക്കാൻ സാധ്യത കാണിക്കുന്നുണ്ട്. ശുക്രൻ്റെ മേടത്തിലെ ഇടവത്തിലെ സഞ്ചാരം പ്രണയബന്ധങ്ങളിൽ ധൈര്യവും ആഴവും നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. ഉപരിപഠനത്തിന് സാധ്യത കാണിക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായ പുരോഗതി ഈ മാസം പ്രതീക്ഷിക്കാം. ആഴ്ച തിരിച്ചു നോക്കുമ്പോൾ ഈ ആഴ്ച ആരംഭിക്കുന്നത് സൂര്യൻ്റെ ശക്തമായ സ്വാധീനത്തിലാണ്. ഇത് ഉദ്ദേശ്യശുദ്ധിയും ആധികാരികതയും നൽകുന്നു. ജൂൺ 1 ശുക്രൻ മേടത്തിൽ ചേരുന്നത് ഹൃദയത്തിന് വലിയൊരു തുറവി നൽകുന്നുണ്ട്. ഇത് ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആന്തരികമായ രോഗശാന്തിക്കും വഴിയൊരുക്കുന്നുണ്ട്. ജൂൺ 2ാം വാരത്തിൽ ജ്യോതിഷപരമായി വളരെ പ്രധാനപ്പെട്ടതാണ്. ജൂൺ 8 ബുധൻ വ്യാഴവുമായി മിഥുനത്തിൽ ചേരുന്നത് ആശയങ്ങളെ വികസിപ്പിക്കുകയും ജിജ്ഞാസ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പുതിയ അറിവുകൾ നേടാനും ആശയവിനിമയത്തിൽ മികവ് പുലർത്താനും സഹായിക്കും. അതേ ദിവസം ബുധൻ കർക്കിടകത്തിൽ പ്രവേശിക്കുന്നത് ചിന്തകളെ ഉള്ളിലേക്ക് നയിക്കാനും ഓർമ്മ, വികാരം, ശരീരം എന്നിവയിലെ ആശയവിനിമയം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ജൂൺ 9 വ്യാഴം കർക്കിടകത്തിൽ പ്രവേശിക്കുന്നത് വൈകാരിക പുനഃസ്ഥാപനം, പൂർവികരുടെ രോഗശാന്തി, ആത്മീയ പോഷണം എന്നിവയുടെ ഒരു കൂട്ടായ കാലഘട്ടത്തിന് തുടക്കമിടുന്നുണ്ട്. ജൂൺ 3ാം വാരത്തിൽ ചില വെല്ലുവിളികളും വളർച്ചയ്ക്കുള്ള അവസരങ്ങളും ഒരുമിച്ചുണ്ടാകും. ജൂൺ 15 ചൊവ്വ ചിങ്ങത്തിൽ യുറാനസുമായി ഇടവത്തിൽ ചതുഷ്കോണം ചെയ്യുന്നത് അപ്രതീക്ഷിതമായ പ്രവർത്തനങ്ങൾക്കും വൈകാരികമായ പ്രതികരണങ്ങൾക്കും കാരണമാകും. ഇത് നിശ്ചലാവസ്ഥയെ തകർക്കാൻ സഹായിക്കുമെങ്കിലും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടത് പ്രധാനമാണ്. അതേ ദിവസം വ്യാഴം കർക്കിടകത്തിൽ ശനിയുമായി മേടത്തിൽ ചതുഷ്കോണം ചെയ്യുന്നത് വികാസവും അച്ചടക്കവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താൻ പ്രേരിപ്പിക്കും. ഇത് വൈകാരിക വളർച്ചയ്ക്ക് ആവശ്യമായ അടിത്തറയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. ജൂൺ 17 ചൊവ്വ കന്യരാശിയിൽ പ്രവേശിക്കുന്നത് പ്രവർത്തനങ്ങളെ വിവേകവും സേവനവും കൊണ്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നു. ജൂൺ 18 വ്യാഴം കർക്കിടകത്തിൽ നെപ്റ്റ്യൂണുമായി മേടത്തിൽ ചതുഷ്കോണം ചെയ്യുന്നത് വൈകാരിക അതിരുകൾ മറയ്ക്കാനും സംവേദനക്ഷമത വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. ജൂൺ 4ാം വാരം നോക്കുമ്പോൾ ഈ ആഴ്ച ആന്തരിക വളർച്ചയ്ക്കും പുതിയ തുടക്കങ്ങൾക്ക് ഊന്നൽ നൽകുന്നുണ്ട്. ജൂൺ 22 സൂര്യൻ കർക്കിടകത്തിൽ ശനിയുമായി മേടത്തിൽ ചതുഷ്കോണം ചെയ്യുന്നത് വൈകാരിക ആവശ്യങ്ങൾക്കും വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളും തമ്മിൽ സംഘർഷം വെളിപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഈ വെല്ലുവിളികളുടെ വൈകാരികവുമായ വ്യക്തിഗത കൈവരിക്കാൻ സാധിക്കും. അതേ ദിവസം ബുധൻ കർക്കിടകത്തിൽ പ്രവേശിക്കുന്നത് വൈകാരിക ആശയവിനിമയത്തിനും ഓർമ്മകളിലൂടെയുള്ള സംസാരത്തിനും ഊന്നൽ നൽകുന്നുണ്ട്. ജൂൺ 23 സൂര്യൻ കർക്കിടകത്തിൽ നെപ്റ്റ്യൂണുമായി മേടത്തിൽ ചതുഷ്കോണം ചെയ്യുന്നത് പഴയ മിഥ്യാബോധങ്ങളെ ഇല്ലാതാക്കാനും ആന്തരികമായ വിശ്വാസത്തിൽ ആഴത്തിൽ വേരൂന്നാനും സഹായിക്കും. ജൂൺ 24 വ്യാഴം കർക്കിടകത്തിൽ
കാസിമി ചെയ്യുന്നത് വൈകാരിക വികാസത്തിന് തിളക്കമുള്ള അനുഗ്രഹം നൽകുന്നു. ഇത് എന്തിനെ പരിപോഷിപ്പിക്കണം, സംരക്ഷിക്കണം, വളർത്തണം എന്ന് വ്യക്തമാക്കും. ജൂൺ 25 കർക്കിടകത്തിലെ അമാവാസി വൈകാരിക സുരക്ഷ, അടുപ്പം, ആന്തരികമായ സ്വന്തം തോന്നൽ എന്നിവയുടെ വിത്തുകൾ പാകുന്നുണ്ട്. ഇത് പുതിയ തുടക്കങ്ങൾക്ക് വളരെ അനുകൂലമായ സമയവുമാണ്. ദോഷപരിഹാരങ്ങളായി കാണുന്നത് ദശാകാലങ്ങളിലെ പരിഹാരങ്ങൾ നോക്കുമ്പോൾ ശനി, കേതു, രാഹു എന്നീ ദശാകാലങ്ങളിൽ അത്തം നക്ഷത്രക്കാർ പ്രത്യേക ദോഷപരിഹാരങ്ങൾ ചെയ്യണം. ദുർഗാഭജനം ഉത്തമമായി ഗുണം ചെയ്യും. ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. അത്തവും തിങ്കളും വരുന്ന ദിവസം ക്ഷേത്ര ദർശനവും പൂജകളും ചെയ്യണം. അഞ്ജന്മ നക്ഷത്രങ്ങളായ രോഹിണി, തിരുവോണം എന്നിവയിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം ഉത്തമവുമാണ്. ഗണപതി, സൂര്യ ആരാധനയും അത്യുത്തമമായിരിക്കും. എല്ലാ ദിവസവും രാവിലെ ശുദ്ധിയോടെ സൂര്യഗായത്രിയും ദേവതാ മന്ത്രവും ജപിക്കുന്നത് ഗുണകരമാണ്. അത്തം നക്ഷത്രത്തിൻ്റെ രാശ്യാധിപനായ ബുധനെ അല്ലെങ്കിൽ ബുധൻ്റെ അതിദേവതയായ ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ പരിഗണന കൊടുക്കണം. ബുധൻ്റെ മൗഢ്യം പോലുള്ള അവസ്ഥകളിൽ ഇത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നക്ഷത്ര ദിവസം വിശ്വസ്തനായ ഒരു കർമ്മിയെ കൊണ്ട് ഭഗവതി സേവ ചെയ്യിക്കുന്നത് അത്യുത്തമമായിരിക്കും. ജൂൺ മാസത്തിൽ ഹനുമാനെ ആരാധിക്കുന്നത് പ്രത്യേക ശുഭകരവും ഫലപ്രദവുമാണ്. പക്ഷികൾക്ക് വെള്ളം കൊടുക്കുന്നതും ധാന്യങ്ങൾ നൽകുന്നതും വളരെ നല്ലതാണ്. സൂര്യനെയും വരുണനെയും ആത്മാർത്ഥമായി ഹൃദയത്തോടെ ആരാധിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും.